ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പിൽ ഇരുന്നുണ്ട്. അതായത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ യുവ തലമുറയ്ക്ക് പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്ത് വളരെ കുറവാണ്. ഒരു ചെറിയ സംരംഭം പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ശ്രമം പരാജയപ്പെട്ടാൽ അവരുടെ മാനസികമായിട്ടത്. പക്ഷെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് കഴിവുകൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള വലിയ ഒരു സ്വത്താണ്. ആ മനസ്സിനെ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ കൂടി നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ ഏതൊരു പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകരായി ജോലി കയറിയതാണ്. ഒരു 3 ജില്ലകളിലായിട്ട് തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് 20ലധികം സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ BRCയിൽ ഒരു 7 വർഷം PPP പ്രൊജക്റ്റിലും SSA പ്രൊജക്റ്റിലും വർക്ക്. അപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റ് ആവണേൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ചിന്തിച്ചു, പലരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ആകെ തകർന്ന്, മാനസികമായിട്ട് തകർന്ന് ഇനി എന്ത് ചെയ്യും, വരുമാനം കുറഞ്ഞല്ലോ, വരുമാനം പകുതിയായി, ഒരു എൻഗേജ്മെൻ്റ് ഇല്ല, ഇങ്ങനെ പല വിഷമങ്ങൾ കഷ്ടപ്പെടുന്നു, മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും ഇൻഷാ അള്ളാ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഞാൻ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഞാൻ പാതി വഴിക്ക് ഉപേക്ഷിച്ച പഠനം അത് പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കിട്ടിപ്പോയ ആളാണ്. ആ PG എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, PG പഠനം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ PG കംപ്ലീറ്റ് ചെയ്തു. അത് ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ആ സമയത്താണ് ഞാൻ BRCയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്ത് MA കോഴ്സ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ ഒരു അനുഭവം ആ സമയത്ത് കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ ധാരാളം B.Ed കോളേജുകൾ തുടങ്ങുകയുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ സ്റ്റാഫിന് വേണം. അപ്പോൾ അവിടെ PG കഴിഞ്ഞിട്ട് M.Ed കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്കോപ്പാണ്. അപ്പോൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റും ഇൻഷാ അള്ളാ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ എന്ത് ചെയ്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ M.Ed എൻട്രൻസിന് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്തു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി. എനിക്ക് 50ാമത്തെ റാങ്ക് കിട്ടി. 50ാമത്തെ റാങ്ക് കിട്ടി. ഫറൂഖ് കോളേജിൽ എനിക്ക് M.Edന് ഗവൺമെൻറ് ഫീസ് റേറ്റിൽ തന്നെ എനിക്ക് ഫറൂഖ് കോളേജിൽ എനിക്ക് M.Edന് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയുണ്ടായി. അപ്പം വലിയ വെല്ലുവിളിയായിരുന്നു. ഫാമിലി, കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ പിന്നെ പഠിക്കുകയാണ്. എല്ലാം പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. വായിച്ച ഫീസൊക്കെ കൊടുത്തേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ എന്ത് ചെയ്തു, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് 1 വർഷത്തിലധികം കാലം എനിക്ക് ക്രെഡിറ്റുള്ള കുറച്ച് ലീവുകൾ ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ ലോസ് ഓഫ് പേ, ശമ്പളമില്ലാത്ത ലീവൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ M.Ed പഠനം പൂർത്തിയാക്കി. അപ്പോൾ അങ്ങനെ റിട്ടയർമെൻറ്റ് ആയപ്പോൾ ഞാൻ സ്വാശ്രയ B.Ed കോളേജുകളൊക്കെ ഞാൻ പ്രൊഫൈലുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ ജോലിക്ക് കാത്തിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വീടിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള മലബാറിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള കുഞ്ഞാത്തുമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമനം കിട്ടുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം ഞാൻ നെറ്റ് എഡ്യൂക്കേഷൻ എഴുതിയെടുത്തു. ഒക്കെ ഇത് റിട്ടയർമെൻറ്റ് ശേഷമാണ് നെറ്റ് എഡ്യൂക്കേഷൻ കൂടി എഴുതിയെടുത്തത്. അപ്പോൾ ഏത് കാലത്തും നമുക്ക് പഠിക്കാൻ ഒരു പ്രശ്നവുമില്ല. ആളുകൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇനിയൊക്കെ എന്തിനാണ് പഠിക്കണേ, പ്രായമായിട്ട് എങ്ങനെ പഠിക്കാൻ കഴിയുക, ഓർമ്മ ഉണ്ടാവും, ഒരു ഓർമ്മക്കുറവുണ്ടാവും കേട്ടോ. അത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരോട്, നമുക്ക് നെഗറ്റീവ് എനർജി തരുന്നവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അപ്പം അങ്ങനെ 12 വർഷം ജോലി ചെയ്തു. എനിക്ക് എൻ്റെ പെൻഷന് പുറമെ നല്ലൊരു വരുമാനം സാലറി ഇനത്തിൽ കിട്ടി. എൻ്റെ മക്കളുടെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം ഇതാണ് അനുഭവം. എനിക്ക് കുറേ കാലം കഴിയുമ്പോൾ ഒരു ചേഞ്ച് മനസ്സിനാകട്ടാണല്ലോ. 48 വർഷമായിട്ട് വ്യാപാര ജീവിതത്തിലാണ്.
അപ്പോൾ ഇനി ഇടയ്ക്കൊരു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പുതുതായിട്ട് എൻ്റെ മക്കളുടെയൊക്കെ സഹകരണത്തോടുകൂടി ഒരു അരീക്കോട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. സെയിൻ ഫാൻസി ആൻഡ് സ്റ്റേഷനറി, അതുപോലെ സെയിൻ ബിൽഡേഴ്സ്, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. അപ്പം പലരും ആ സമയത്തും ഇങ്ങനെ കട തുടങ്ങുന്ന കാര്യം പറയും. അപ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ കട തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല സ്കോപ്പുള്ള സംഭവമാണ്. പിന്നെ അതായത് മക്കളൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവരുടേതായ അവർക്കും ഒരു റോള് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ വർക്കുകൾ കിട്ടും. പിന്നെ DTP, ഫോട്ടോസ്റ്റാറ്റ് ഇതിനായ വർക്കുകളുണ്ട്. പിന്നെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിഎനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷം. കാരണം ജീവിതത്തിൽ ഒരു ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ അനുഭവങ്ങളും വേണം. എന്നാൽ ടീച്ചിങ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഇതൊന്ന് ക്ലച്ച് പിടിച്ചതിന് ശേഷം ഞാൻ ടീച്ചിങ്ങിന് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ജോലിക്കാരൊക്കെ നിർത്തിയിട്ട് ഒന്ന് ക്ലച്ച് പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു ജോലിക്കാരനൊക്കെ നിർത്തിയിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ട്. എന്ന് നമുക്ക് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എപ്പോഴും ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യും, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ്. മറ്റുള്ളവർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ വിഷമിക്കുന്നത് കാണുമ്പോൾ അതിൽ സംതൃപ്തി അടയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ചുറ്റുപാടുണ്ടാവും. അതൊരു തരം സാഡിസ്റ്റ് മനോഭാവമാണ്. പൊതുസമൂഹത്തിലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നമ്മൾ നന്നാവണമെന്ന് ഉദ്ദേശിച്ച് നമ്മളോട് പോസിറ്റീവായിട്ട് എനർജി തരുന്ന ആളുകളുമായിട്ട് മാത്രം നമ്മൾ സഹകരിക്കുക. അല്ലാത്തവരോട് ഒരു നിശ്ചിത അകലം പാലിക്കുക. നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ നിശ്ചിത അകലം പാലിക്കണം. അപ്പോൾ തന്നെ ജീവിതം സുഖകരമാവും. നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വിജയം കാണാത്ത ഒന്നുമില്ല ഈ ലോകത്ത് മക്കളെ. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അവർക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണെന്നുള്ള ആൾക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.